വടക്കൻ കേരളത്തിൽ അതിതീവ്ര മഴ മുന്നറിയിപ്പുണ്ട്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്ന ജില്ലകളിലാണ് റെഡ് അലേർട്ട് ഉള്ളത്. തൃശൂർ, പാലക്കാട്, മലപ്പുറം എന്നിവിടങ്ങളിൽ ഓറഞ്ച് അലേർട്ടാണ്. ഇടുക്കി, എറണാകുളം, കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിൽ യെല്ലോ അലേർട്ടാണുള്ളത്. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ മാത്രമാണ് കേരളത്തിൽ ഒരു മുന്നറിയിപ്പും ഇല്ലാത്തത്. കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട് ജില്ലകളിൽ പരക്ക മഴയിൽ വ്യാപക നാശനഷ്ടമാണ് ഈ കഴിഞ്ഞ രാത്രിയും ഇന്ന് പുലർച്ചെയുമായി ഉണ്ടായിട്ടുള്ളത്. രാത്രിയാണല്ലോ അപ്പോൾ മഴ കൂടുന്നത്. ഈ വൈകുന്നേരത്തെ സാഹചര്യം നമുക്ക് നോക്കാം. വിവിധ ബ്യൂറോകളിൽ നിന്ന് ഞങ്ങളുടെ റിപ്പോർട്ടർമാർ തയ്യാറാണ്. ആദ്യം റെഡ് അലേർട്ട് ഉള്ള ജില്ലകളിലേക്കാണ് നമ്മൾ പോകുന്നത്. കണ്ണൂരിൽ നിന്ന് നിഖിൽ, കാസർഗോഡ് നിന്ന് സരീഷ്, വയനാട് നിന്ന് ആഷിഖ്, ഒപ്പം തന്നെ കോഴിക്കോട് നിന്ന് ലിനറ്റ് വർഗീസ് എന്നിവരാണ് നമുക്കൊപ്പം ഈ ഘട്ടത്തിൽ തത്സമയം ചേരുന്നത്. ആദ്യം ഞാൻ കണ്ണൂരിലേക്ക് പോവുകയാണ്. കണ്ണൂരിലാണ് കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുള്ളത്. നിഖിൽ, ഇപ്പോൾ കണ്ണൂരിലെ സാഹചര്യം എന്താണ്? ഇപ്പോഴും കുടചൂടി നിൽക്കുന്നത് കാണാനാകുന്നുണ്ട്. കണ്ണൂർ നഗരത്തിലും മലയോര പ്രദേശങ്ങളിലും എങ്ങനെയുണ്ട് മഴ? ഏതായാലും കണ്ണൂരിൽ മഴ തുടരുന്ന സാഹചര്യം തന്നെയാണുള്ളത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ചെറിയ രീതിയിൽ ഒരു 2 മണിക്കൂർ സമയത്തോളം മഴ ചെറുതായി മാറി നിന്നെങ്കിലും ഈ സന്ധ്യയോടുകൂടി വീണ്ടും മഴ ശക്തമായി തന്നെ പെയ്യുന്ന ഒരു സാഹചര്യമാണ് കണ്ണൂരിൽ ഉണ്ടായിരിക്കുന്നത്. ബിനിൽ സൂചിപ്പിച്ചതുപോലെ കണ്ണൂരിൽ വ്യാപകമായ നാശനഷ്ടം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇന്നലെ വൈകിട്ട് മുതൽ തുടങ്ങിയ മഴയിൽ പലയിടങ്ങളിലായാണ് ഇത്തരത്തിലുള്ള നാശനഷ്ടം ഉണ്ടായത്. കണ്ണൂർ സിറ്റി കുറുവയിൽ 2 വീടുകൾക്ക് മുകളിലേക്ക് മതിലിടിഞ്ഞ് വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവിടെ വീടിൻ്റെ സൺഷെയ്ഡിനുൾപ്പെടെ തകരാറുകൾ സംഭവിച്ചു. കൊയ്യം പാറക്കാടി, ശ്രീകണ്ഠാപുരത്തിനടുത്ത കൊയ്യം പാറക്കാടി എന്ന് പറയുന്ന സ്ഥലത്ത് വീടിന് മുകളിലേക്ക് മരം വീണ് അപകടമുണ്ടായിരുന്നു. വീടിൻ്റെ മേൽക്കൂര തകർന്ന സാഹചര്യമുണ്ടായിരുന്നു. ഇന്നലെ രാത്രിയിൽ മട്ടന്നൂരിൽ ഇടിമിന്നലിൽ ഒരു വീടിൻ്റെ വയറിംഗ് പൂർണ്ണമായും നശിച്ചു. വീട്ടുപകരണങ്ങൾ, ഇലക്ട്രോണിക് ഉപകരണങ്ങളൊക്കെ നശിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഇപ്പോഴും അത്തരത്തിലുള്ള സംഭവങ്ങൾ തുടരുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് വരുന്ന വിവരം. പാനൂരിൽ നിന്നാണ്. പാനൂരിൽ കനത്ത മഴയിൽ വീടിനോട് ചേർന്നുള്ള കിണർ ഇടിഞ്ഞ് താഴ്ന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വീട് അപകട ഭീഷണിയിലാണെന്നുള്ളതാണ് ഒരു പുതിയ വാർത്ത നമുക്ക് വരുന്നത്. കിണറിനോട് ചേർന്ന കുളിമുറി കിണർ ഇടിഞ്ഞ് താഴ്ന്നതിനെ തുടർന്ന് ഈ വീടിനോട് ചേർന്നുണ്ടായിരുന്ന കുളിമുറി അത് ഇടിഞ്ഞ് താഴുന്ന ഒരു സാഹചര്യമുണ്ടായി. കിഴക്കേ ചമ്പാടാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത്തരത്തിൽ നാശനഷ്ടം മഴയെ തുടർന്ന് ഉണ്ടാകുന്നുണ്ട്. മഴയെ തുടർന്നുള്ള നാശനഷ്ടം ഒരുപക്ഷെ വലിയ രീതിയിൽ ബാധിച്ചിരിക്കുന്നത് ഈ ദേശീയപാത നിർമ്മാണം നടക്കുന്ന ചില മേഖലകളിലാണ്. നമ്മൾ രാവിലെ കണ്ടതുപോലെ അതീവ ദുർഘടമായൊരു സാഹചര്യം കണ്ണൂർ ജില്ലയിലെ ഈ കുപ്പം എന്ന് പറയുന്ന മേഖലയിൽ, ദേശീയപാത നിർമ്മാണം നടക്കുന്ന മേഖലയിൽ ഉണ്ടായിട്ടുണ്ട്. അവിടെ മണ്ണ് കുത്തിയൊലിച്ച് 3 വീടുകൾക്കകത്തേക്കാണ് വെള്ളവും ചളിയും കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ആ 3 വീട്ടിൽ നിന്നും ആളുകളെ മാറ്റിപ്പാർപ്പിക്കേണ്ട ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഏതായാലും ഇങ്ങനെയൊക്കെയുള്ള നാശനഷ്ടങ്ങൾ കണ്ണൂരിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ മുൻകരുതൽ നടപടികളിലേക്ക് കൂടി ജില്ലാ ഭരണകൂടം ഉൾപ്പെടെ കടക്കുന്നു എന്ന കാര്യം കൂടി ഈ ഘട്ടത്തിൽ പറയണം. അതിലേറ്റവും പ്രധാനപ്പെട്ടത് പഴശ്ശി ഡാമിൻ്റെ ഷട്ടറുകൾ നാളെ തുറക്കുന്നു എന്നുള്ളതാണ്. പഴശ്ശി ഡാമിൻ്റെ ഷട്ടറുകൾ നാളെ രാവിലെ 10 മണിയോടുകൂടി തുറക്കും എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. വളപട്ടണം പുഴയുടെ ഇരുകരകളുമുള്ള ആളുകളോട് ജാഗ്രത പാലിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിൻ്റെ മുന്നറിയിപ്പുള്ള സാഹചര്യത്തിലാണ് അങ്ങനെ ഒരു തീരുമാനം. അതിനൊപ്പം തന്നെ ഈ മഴ മലയോര മേഖലകളിലൊക്കെ ഇന്നലെ വൈകിട്ടോടെ തുടങ്ങിയ മഴ ഇപ്പോഴും തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ റിസർവോയറിൽ ജലനിരപ്പ് ഉയരുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതെല്ലാം പരിഗണിച്ചാണ് ഒരു മുന്നൊരുക്കം എന്ന നിലയിൽ പഴശ്ശി ഡാമിലെ ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന് വേണ്ടി ഷട്ടറുകൾ തുറക്കുന്നത്. അതുകൊണ്ട് തന്നെ ജാഗ്രത പാലിക്കണം എന്നൊരു നിർദ്ദേശം കൂടി അധികൃതർ നൽകിയിട്ടുണ്ട്. നിഖിലി, കർണാടകയിൽ വലിയ മഴയാണല്ലോ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ കർണാടകയുടെ ഭാഗമായിട്ടുള്ള ഭൂപ്രതലമുള്ള കണ്ണൂരിൻ്റെ സമീപ പ്രദേശങ്ങളുണ്ടല്ലോ, അതിർത്തി മേഖലകൾ ഉണ്ടല്ലോ, പ്രത്യേകിച്ച് വനപ്രദേശം ഉൾപ്പെടെ, അവിടെ ഉൾപ്പെടെ എങ്ങനെയാണ് മഴയുള്ളത്? മലയോര മേഖലയിലെ സ്ഥിതി എന്താ? വിനിൽ, തീർച്ചയായും ഈ കർണാടകയിൽ പെയ്യുന്നത് പോലെയുള്ള കനത്ത മഴ തന്നെ ഈ പറയുന്ന ചെറുപുഴ ഉൾപ്പെടെയുള്ള മേഖലകളിൽ നല്ല മഴ ഇന്നലെയും സമാനമായിരുന്നു. നഗരത്തിലൊക്കെ ഒരു ചാറ്റൽ മഴയുടെ രീതിയിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ പക്ഷേ ചെറുപുഴയിൽ ശക്തമായ മഴയായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോഴും സമാനമായ രീതിയിലാണ്. ഈ ജില്ലയുടെ ഒരു ഭാഗവും ഒഴിയാതെ മഴ പെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഈ വനമേഖലകളിൽ ഉൾപ്പെടെ ശക്തമായ മഴ പെയ്യുന്നുണ്ട്. അതുകൊണ്ട് കൂടിയാണ് ഈ പഴശ്ശി ഡാമിലെ ജലനിരപ്പ് ഉയരുന്നത്. കാരണം അത്ര ശക്തമായൊരു മഴ വനമേഖലയിൽ പെയ്യുന്നതിൻ്റെ ഫലമായി കൂടിയാണ് ഈ അണക്കെട്ടിലെ ജലനിരപ്പ് ഉയരുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഏറ്റവും കൂടുതൽ ഈ ചെറുപുഴ മേഖലയിലാണ്. ഒപ്പം തന്നെ ഇരിട്ടി ഉൾപ്പെടെയുള്ള മേഖലകളിൽ നല്ല മഴ ഇപ്പോഴും തുടരുന്നുണ്ട്.
മറ്റ് മേഖലകളിലേക്ക് വന്നാൽ പയ്യന്നൂർ, പാനൂർ, തലശ്ശേരി തുടങ്ങിയ മേഖലകളിലും സമാന രീതിയിലാണ് മഴ ഇപ്പോൾ പെയ്തുകൊണ്ടിരിക്കുന്നത്. നഗരത്തിൽ നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന ഈ സമയം തന്നെ നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ തീവ്രമായ രീതിയിലേക്ക് മഴ മാറുന്നുണ്ട്, ശക്തമാകുന്നുണ്ട് വ്യക്തമാണ്. നിഖിൽ അളവൂരാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് കണ്ണൂരിൽ നിന്ന്. കണ്ണൂരിൽ അങ്ങനെ ശക്തമായ മഴയാണ് തുടരുന്നത്. സരീഷിലേക്ക് പോകേണ്ടിയിരിക്കുന്നു. സരീഷ് കാസർഗോഡ് നിന്നാണ് നമുക്കൊപ്പം ചേരുന്നത്. സരീഷ്, കണ്ണൂരിൽ നല്ല മഴയാണ്. തൊട്ടടുത്ത ജില്ലയായ കാസർഗോഡ് എന്താണ് സാഹചര്യം? റെഡ് അലേർട്ട് ആണല്ലോ അവിടെ ഉള്ളത്. കാസർഗോഡ് ജില്ലയിലും ഇടവിട്ടുള്ള മഴ പെയ്തുകൊണ്ടേയിരിക്കുകയാണ്. കൂടുതലായി ഈ മലയോര മേഖലകൾ കേന്ദ്രീകരിച്ചാണ് മഴ പെയ്യുന്നത്. ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയും ഏതാണ്ട് വൈകിട്ട് വരെ ഇടവിട്ടുള്ള മഴ ഈ മേഖലകളിലൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായാണ് പല സ്ഥലങ്ങളും വെള്ളക്കെട്ട് രൂപപ്പെടുകയും ദേശീയപാത ഉൾപ്പെടെ വെള്ളത്തിനടിയിലാവുകയും ചെയ്തൊരു സാഹചര്യം ഉണ്ടായത്. ഇപ്പോഴും മഴയ്ക്ക് ശാശ്വതമായൊരു കുറവ് വന്നിട്ടില്ല. ഇടയ്ക്കിടെ മഴ പെയ്യുന്നു. ഈ നഗരഹൃദയങ്ങൾ കേന്ദ്രീകരിച്ച് നോക്കുകയാണെങ്കിൽ ഇടയ്ക്ക് ശക്തി കുറഞ്ഞ മഴയാണ് ഈ നഗരഭാഗങ്ങളിൽ ഉണ്ടാകുന്നത്. എന്നാൽ ഈ കർണാടകത്തോട് ചേർന്ന് കിടക്കുന്ന മേഖലയിലും അതോടൊപ്പം തന്നെ മഞ്ചേശ്വരം ഉൾപ്പെടെയുള്ള മേഖലയിലും അതോടൊപ്പം തന്നെ മലയോര മേഖലകളിലും ശക്തമായ മഴ അത് ഇടവിട്ടാണ് വരുന്നതെങ്കിൽ പോലും അതിൻ്റെ തീവ്രത വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് ഒരേ സമയം കൂടുതൽ വെള്ളം ഈ ഒഴുകിയെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ പാലായി റെഗുലേറ്റർ കം ബ്രിഡ്ജ് ഉൾപ്പെടെയുള്ളവയുടെ ഷട്ടറുകൾ തുറക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് നേരത്തെ തുറക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ഈ വെള്ളരിക്കുണ്ട് ഉൾപ്പെടെയുള്ള മേഖലകളിൽ ജാഗ്രത വേണം എന്ന ജില്ലാ കളക്ടർ ഉൾപ്പെടെ നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. കാരണം അവിടെ നേരത്തെ ഉരുൾപൊട്ടൽ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞിരുന്ന സ്ഥലങ്ങളിലാണ് കൂടുതലായി ജാഗ്രത വേണം എന്നൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കാരണം ഒരേ സമയം ശക്തമായ മഴ പെയ്യുകയാണെങ്കിൽ ഉരുൾപൊട്ടലിന് സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഭൂമി വിണ്ടുകീറാൻ ഉൾപ്പെടെയുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ടാണ് ഇത്തരം മേഖലകളിൽ നേരത്തെ ഇന്ന് വൈകിട്ട് 5 മണിയോടെ അവിടെ ഒരു സൈറൺ മുഴക്കുകയും ജാഗ്രതാ നിർദ്ദേശം നൽകുകയും ഒക്കെ ചെയ്തത്. അത്തരത്തിൽ ഈ റെഡ് അലേർട്ട് തുടരുന്ന സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായും കൂടുതൽ ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോകും എന്നാണ് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചിരിക്കുന്നത്. പക്ഷേ ഇതുവരെ ആരെയും മാറ്റിപ്പാർപ്പിക്കേണ്ട ഒരു സാഹചര്യമോ അല്ലെങ്കിൽ വീടുകൾക്ക് നാശനഷ്ടം സംഭവിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. മറിച്ച് ദേശീയപാത കേന്ദ്രീകരിച്ചാണ് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത്. കാരണം ഈ സർവീസ് റോഡുകൾ തകരുകയും ബസ് ഉൾപ്പെടെ ഈ റോഡിൽ കുടുങ്ങുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്ന് കാഞ്ഞങ്ങാട് മേഖലയിലാണ് അത്തരത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായത്. കാഞ്ഞങ്ങാട് ഈ റോഡ് സർവീസ് റോഡ് പൂർണ്ണമായി തകരുന്ന, അതായത് ഈ ദേശീയപാതയോടനുബന്ധിച്ചുള്ള ഈ സർവീസ് റോഡാണ്, അത് പൂർണ്ണമായി തകരുകയും അതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായി സ്തംഭിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ നിർദ്ദിഷ്ട ദേശീയപാതയിൽ വിണ്ടുകീറുന്ന ഭാഗങ്ങൾ ഉണ്ടായിരുന്നു. നീലേശ്വരത്ത് ദേശീയപാതയിൽ മുഴുവനായി വെള്ളക്കെട്ട് രൂപപ്പെടുകയും അതുവഴി വാഹനങ്ങൾ കടത്തിവിടാൻ സാധിക്കാത്തൊരു സാഹചര്യവും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ദേശീയപാത കേന്ദ്രീകരിച്ചാണ് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അതോടൊപ്പം തന്നെ നേരത്തെ പരാതികൾ ഉയർന്നിരുന്ന, അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മണ്ണിടിച്ചിലുണ്ടായ ഈ ദേശീയപാതയോടനുബന്ധിച്ച് മണ്ണെടുപ്പ് നടത്തിയ ആ മേഖലകളിൽ കൃത്യമായ നിരീക്ഷണം വേണം. അതോടൊപ്പം രാത്രി പാർക്കിംഗ് അനുവദിക്കരുത്. രാവിലെ ഈ മഴ തുടരുകയാണെങ്കിൽ അത്തരം സ്ഥലങ്ങളിലൂടെ വാഹനം കടത്തിവിടുന്നതിൽ ജാഗ്രത വേണം എന്നൊരു നിർദ്ദേശം കൂടി ജില്ലാ കളക്ടറുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം മണ്ണെടുക്കുന്നതിനിടെയാണ് ഈ ദേശീയപാതയോടനുബന്ധിച്ചുള്ള കുന്നിൽ നിന്ന് മണ്ണിടിയുകയും ആൾ മരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. ശരി സരീഷ്, അത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അത്തരം മേഖലകളിൽ കൂടുതൽ ശ്രദ്ധ വേണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല വെള്ളരിക്കുണ്ട് ഉൾപ്പെടെയുള്ള കാസർഗോഡിന്റെ മലയോര മേഖലയിൽ കനത്ത മഴയ്ക്കുള്ള സാധ്യതകൾ നിലനിൽക്കുകയാണ്. ജാഗ്രത പാലിക്കണം ആളുകൾ. നമുക്ക് വയനാട്ടിലേക്ക് പോകാം. വയനാട്ടിൽ കൂടുതൽ ജാഗ്രത വേണ്ട ഒരു പ്രദേശമാണ്. കാരണം നമ്മുടെ എല്ലാം തന്നെ വേദനയായി ഇപ്പോഴും തുടരുന്ന ചൂരൽമലയും മുണ്ടക്കയും പുത്തുമലയും എല്ലാം അടങ്ങുന്ന ഒരു പ്രദേശം എന്ന നിലയിൽ ആഷിക്കിപ്പോൾ വയനാട്ടിലെ സാഹചര്യം എന്താണ്? മഴയില്ല എന്ന് തോന്നുന്നു, പക്ഷേ റെഡ് അലേർട്ട് ഇപ്പോഴും ഉണ്ടല്ലോ അവിടെ. ബെനിലാൻ തന്നെയാണ്. റെഡ് അലർട്ട് ഉണ്ടെങ്കിൽ പോലും കാര്യമായ മഴ ജില്ലയിൽ ലഭിച്ചിട്ടില്ല. മറ്റ് വടക്കൻ ജില്ലകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ രാവിലെ ചെറിയ രീതിയിൽ മഴ തുടങ്ങിയെങ്കിൽ പോലും ശക്തമായ മഴ ജില്ലയിൽ ലഭിച്ചിട്ടില്ല എന്നാണ് നമുക്ക് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നത്. വൈകിട്ടോടുകൂടി ഒരു മഴ, ശക്തമായ ഒരു മഴയുടെ ഒരു സൂചന നൽകിയെങ്കിൽ പോലും അത് തുടർന്നിട്ടില്ല. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ സ്ഥലത്ത് പോലും മഴയുടെ ലക്ഷണം ഉണ്ടെങ്കിൽ പോലും വലിയ മഴ പെയ്തിട്ടില്ല. നമുക്കറിയാവുന്ന പോലെ ഈ ഏറ്റവും ഈ ഒരു മഴയുടെയുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് മുണ്ടകൈ ചൂരൽമലയാണ്. അവിടെ അടക്കം ഇന്ന് വൈകിട്ടോടുകൂടി മഴ പെയ്തെങ്കിൽ പോലും അതൊരു ശക്തമായ മഴയാകാൻ, എന്തെങ്കിലും ഇതിൽ അപകടങ്ങളോ മരം വീഴുകയോ തുടങ്ങിയ എന്തെങ്കിലും ഒരു വാർത്തകൾ നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ ഈ സമയത്തില്ല. എന്തായാലും ഈ ശക്തമായ മഴ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചതിന് പിന്നാലെ തന്നെ ജില്ലയിലെ ടൂറിസം കേന്ദ്രങ്ങളെല്ലാം അടയ്ക്കാൻ ഇപ്പോൾ കളക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വയനാട് ജില്ലയിലെ എടക്കൽ, പ്രധാനപ്പെട്ടത് പറയാനുള്ളത് എടക്കൽ ഗുഹയിലേക്കുള്ള പ്രവേശനം നിരോധിച്ച് കളക്ടർ ഉത്തരവിറക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ കുറുവ, കാന്തൻപാറ, പൂക്കോട്, കർലാട് കേന്ദ്രങ്ങളിലെ ബോട്ടിംഗ് നിർത്തിവെച്ചിട്ടുണ്ട്. പാർക്കുകൾ തുറന്ന് പ്രവർത്തിക്കുമെങ്കിലും എല്ലാ സാഹസിക വിനോദസഞ്ചാര കേന്ദ്രങ്ങളും
പ്രവർത്തനം നിർത്തണമെന്ന് ഇപ്പോൾ കളക്ടർ ഉത്തരവിൽ പറയുന്നുണ്ട്. അതായത് കഴിഞ്ഞ ദിവസം 900 കണ്ടിയിലടക്കം അപകട സ്ഥലങ്ങളിലെല്ലാം ഈ സാഹസിക വിനോദസഞ്ചാര കേന്ദ്രങ്ങളെല്ലാം ഗ്ലാസ് ബ്രിഡ്ജ് അടക്കമുള്ള എല്ലാ കാര്യങ്ങളും നിർത്തിവെക്കാൻ നിലയിൽ കളക്ടർ ഉത്തരവിട്ടിട്ടുണ്ട്. ഇന്ന് പ്രധാനമായും കളക്ടറുടെ നേതൃത്വത്തിൽ അടിയന്തര യോഗം ചേർന്നിട്ടുണ്ട്. അതിൽ മഴക്കാല മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി സ്വീകരിക്കേണ്ട നടപടികളെല്ലാം ആ യോഗത്തിൽ ചർച്ചയായിട്ടുണ്ട്. അതിൽ പ്രധാനമായും വന്നത് ഇത്തരത്തിൽ സുരക്ഷിതമല്ലാതെ പ്രവർത്തിക്കുന്ന ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾക്കെതിരെ ശക്തമായ നടപടി എടുക്കാനാണ്. നേരത്തെ തന്നെ കഴിഞ്ഞ ആഴ്ച 900 കണ്ടിൽ ഒരു യുവതി മരണപ്പെട്ട സാഹചര്യത്തിൽ നടപടി ശക്തമാക്കാനാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. മഴക്കാലം കൂടിയാണ് വരുന്നത്. അത്തരത്തിൽ ടൂറിസം കേന്ദ്രങ്ങളിൽ മഴക്കാലത്ത് അപകടം ഉണ്ടാകാതിരിക്കാനുള്ള ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്ന് ഇന്ന് ചേർന്ന കളക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം തീരുമാനിച്ചിട്ടുണ്ട്. മറ്റൊരു കാര്യമെന്നും പറയുന്നത് ഈ ഗ്രാമപഞ്ചായത്ത് പരിധിയിലെല്ലാമുള്ള മരങ്ങളും അപകടമായ രീതിയിൽ തൂങ്ങിയിരിക്കുന്ന വൈദ്യുതി ലൈനുകളെല്ലാം നീക്കം ചെയ്യണമെന്നുള്ളൊരു തീരുമാനം യോഗത്തിൽ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ജില്ലയിൽ മഴക്കാലത്തിന് മുന്നോടിയായി പൊതുമരാമത്ത് വകുപ്പിന്റെ കീഴിൽ നടക്കുന്ന റോഡ് പ്രവൃത്തികളെല്ലാം ഏകദേശം 80% പൂർത്തിയാണെന്നാണ് അറിയുന്നത്. ജൂണിന് മുമ്പ് തന്നെ പൂർത്തിയാക്കണമെന്നും അറിയിക്കുന്നുണ്ട്. നമുക്കറിയാവുന്ന പോലെ ഇന്ന് വൈകിട്ട് 5 മണിക്ക് മേപ്പാടി അടക്കമുള്ള പ്രദേശങ്ങളിൽ ഈ സൈറൺ മുഴക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞ പാകിസ്ഥാനുമായുള്ള ചെറിയൊരു യുദ്ധത്തിന്റെ പശ്ചാത്തലമായി നേരത്തെ തന്നെ സൈറൺ മുഴക്കിയതിനാൽ തന്നെ ആൾക്കാർക്ക് അത് പരിചിതമാണ്. പക്ഷേ മഴക്കാലത്തിന് മുന്നോടിയായി വലിയ റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ വീണ്ടും അതൊരു സൈറണായി മുഴക്കി ഒരു മഴക്കാലത്തിന് മുന്നറിയിപ്പ് എന്ന നിലയിൽ വയനാട് ജില്ലയിൽ ഒരു വലിയൊരു അലർട്ട്, ഒരു ജാഗ്രത അതൊരു ശീലമാക്കി മാറ്റുകയാണ്. ആളുകളെ അത്തരം അടിയന്തര സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ജാഗ്രത പാലിക്കണം എന്നുള്ളതിന് വേണ്ടി. നമുക്കിനി കോഴിക്കോട്ടേക്ക് കൂടി പോകണം. കോഴിക്കോട് നിന്ന് ലിനറ്റ് വർഗീസാണ് നമുക്കൊപ്പം ഉള്ളത്. ലിനറ്റ്, അല്പസമയം മുമ്പ് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ലിനറ്റ് അവിടെ നിൽക്കുമ്പോൾ ആ വിൻഡോയിൽ കുടയുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഒരു കുട കാണാം. മഴ പെയ്തു തുടങ്ങിയോ അവിടെ? തീർച്ചയായും പിന്നിൽ ഇടവിട്ടുള്ള മഴയാണ് കോഴിക്കോട് പെയ്യുന്നത്. പ്രത്യേകിച്ച് മലയോര മേഖലയിലും നഗരമധ്യങ്ങളിലും ഒക്കെ തന്നെ ഇടവിട്ടാണ് ശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ രാത്രിയോടുകൂടി ആരംഭിച്ച മഴയ്ക്ക് ഉച്ചയോടെ നേരിയ ശമനമുണ്ടായിരുന്നെങ്കിൽ പോലും വീണ്ടും വൈകുന്നേരമായതോടെ മഴ ശക്തമായി പെയ്യുന്ന ഒരു സാഹചര്യമാണ്. പ്രത്യേകിച്ച് മലയോര മേഖലയിലാണ് ഏറ്റവും കൂടുതൽ ശക്തമായി മഴ പെയ്യുന്നത്. അതോടൊപ്പം എടുത്തു പറയേണ്ടത് ശക്തമായ മഴയ്ക്കൊപ്പം കടലും പ്രക്ഷുബ്ധമാണ്. അതുകൊണ്ട് തന്നെ 2 അപകടങ്ങളാണ് കോഴിക്കോട് ഇന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ച് ഒരാൾ മരിച്ചു എന്ന വിവരം കൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. വെള്ളയിലാണ് ഇത്തരത്തിൽ ബോട്ട് മറിഞ്ഞ് ഒരാൾ മരിച്ചിരിക്കുന്നത്. ഒപ്പം ഉണ്ടായിരുന്ന ഒരാൾ രക്ഷപ്പെട്ടു എന്ന വിവരമാണ് ലഭിക്കുന്നത്. അതോടൊപ്പം ബോട്ടുകൾക്കും കാര്യമായ കേടുപാടുകൾ സംഭവിച്ചു. പല ബോട്ടുകളും ഈ ഒരു കടലിന്റെ മധ്യത്തിലൊക്കെ തന്നെ നിന്നു പോകുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. കാരണം എഞ്ചിനുകളൊക്കെ തന്നെ കേടാവുന്ന ഒരു സാഹചര്യം. കടൽ അത്രമേൽ പ്രക്ഷുബ്ധമാണ്. കാരണം മഴ ശക്തമാവുന്ന സാഹചര്യത്തിൽ കോഴിക്കോട് സാധാരണ രീതിയിൽ ശക്തമായ കടൽക്ഷോഭം ഉണ്ടാകാറുണ്ട്. അതുതന്നെയാണ് ഇന്ന് വൈകുന്നേരത്തോടു കൂടി കടൽ ശക്തമായ പ്രക്ഷുബ്ധമാണ് എന്ന് തന്നെ എടുത്തു പറയേണ്ടിയിരിക്കുന്നു. അതോടൊപ്പം മലയോര മേഖലകളിലും ശക്തമായ മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് വൈകുന്നേരങ്ങളിലാണ് മഴ ശക്തമാകുന്നത്. രാത്രികാല യാത്രയിലൊക്കെ തന്നെ ശ്രദ്ധ വേണമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം എടുത്തു പറയേണ്ട കാര്യം, എല്ലാവരും പ്രത്യേകമായി ശ്രദ്ധ പാലിക്കണമെന്ന് വിവിധ പഞ്ചായത്തുകളൊക്കെ തന്നെ അറിയിച്ചിട്ടുണ്ട്. നമുക്കറിയാം കഴിഞ്ഞ മഴക്കാലം ഒക്കെ തന്നെ വളരെയേറെ പേടിപ്പിക്കുന്ന സംഭവങ്ങൾ കോഴിക്കോടും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജില്ലാ ഭരണകൂടം പഞ്ചായത്തുകളെ ഇത്തരത്തിലുള്ള ശക്തമായി മഴ പെയ്യുന്ന സാഹചര്യത്തിൽ ആളുകളെ മാറ്റേണ്ട സാഹചര്യമുണ്ടെങ്കിൽ അത്തരത്തിലുള്ള പഞ്ചായത്തുകളെ നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വേണ്ട മുൻകരുതലുകളൊക്കെ തന്നെ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്ന് എടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് മലയോര മേഖലകളിൽ വെള്ളക്കെട്ടും അതോടൊപ്പം ഗതാഗത കുരുക്കും രൂക്ഷമാണ്. വെള്ളക്കെട്ടുകൾ എന്ന് പറയുമ്പോൾ മലയോര മേഖലയിലൊക്കെ തന്നെ റോഡ് പണി നടക്കുന്ന അല്ലെങ്കിൽ റോഡ് നിർമ്മാണം നടക്കുന്ന ഒരു സാഹചര്യമാണ്. അതോടൊപ്പം കാനകളൊന്നും വൃത്തിയാക്കാത്ത ഒരു സാഹചര്യമുണ്ട്. കാരണം മഴക്കാലം കുറച്ച് നേരത്തെയാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് കാനകളൊക്കെ തന്നെ വൃത്തിയാക്കുന്ന സാഹചര്യവും ഉണ്ട്. അതുകൊണ്ട് വെള്ളക്കെട്ടുകൾ രൂക്ഷമായാണ് കോഴിക്കോട് പ്രത്യേകിച്ച് മലയോര മേഖലകളിലൊക്കെ തന്നെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ വെള്ളക്കെട്ടുകൾ ഈ ഒരു മുക്കം മേഖലയിലൊക്കെ തന്നെ ഇന്നലെ നമ്മൾ കണ്ടതാണ്. ഇന്നലെ വൈകുന്നേരത്തോടു കൂടി മഴ പെയ്യുകയും പല കടകളിലും മറ്റ് ബാങ്കിൽ പോലും വെള്ളക്കെട്ട് രൂക്ഷമാകുന്ന ഒരു സാഹചര്യം, അവിടേക്ക് വെള്ളം കയറുന്ന ഒരു സാഹചര്യവും ഉണ്ടാകുന്നുണ്ട്. അതോടൊപ്പം ശക്തമായ മഴയാണ് പല ഭാഗങ്ങളിലായി പെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പുഴയിലെ ജലനിരപ്പ് ഉയരുന്ന ഒരു സാഹചര്യമാണ്. പ്രത്യേകിച്ച് ചാലിയാർ പോലുള്ള പുഴകളിൽ ശക്തമായ ഒഴുക്കും ഉണ്ട്. അതുകൊണ്ട് തന്നെ ചാലിയാറിന്റെ ഭാഗത്തുള്ള റെഗുലേറ്ററുകളിലെ 4 ഷട്ടറുകൾ തുറന്നു എന്ന വിവരമാണ് ലഭിക്കുന്നത്. കൂടുതൽ ജലനിരപ്പ് കൂടുന്ന സാഹചര്യം വ്യക്തമാണ്. ലിനറ്റ് വർഗീസാണ് വിവരങ്ങൾ നൽകിയത്. കൂടുതൽ ജാഗ്രത പാലിക്കേണ്ട സ്ഥിതിയാണ്. ഇടവിട്ട മഴയാണ്. നേരത്തെ ലിനറ്റിന്റെ കയ്യിൽ കുടയുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷേ PCR തിരുത്തിയിരിക്കുകയാണ്. ഒരു കറുത്ത കുടയായിരുന്നു, ചെറിയ കുടയായിരുന്നു. മഴ കൂടിയപ്പോൾ ചുവന്ന കുട പിടിച്ചതാണ്. അതായത് മഴയുടെ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് അതിലൂടെ വ്യക്തമാകുന്നത്. ഇനി ഓറഞ്ച് അലേർട്ടുള്ള 3 ജില്ലകളിലേക്കാണ് നമ്മൾ പോകുന്നത്. അവിടുത്തെ സാഹചര്യം പരിശോധിക്കാം. തൃശൂർ, പാലക്കാട്, മലപ്പുറം എന്നിവയാണ് ഈ
3 ജില്ലകൾ. ആദ്യം കോഴിക്കോടിന്റെ സമീപ ജില്ലയായിട്ടുള്ള മലപ്പുറത്ത് നിന്ന് ശാന്തകുമാർ വെള്ളാലത്താണ് നമുക്കിപ്പം ആദ്യഘട്ടത്തിൽ ചേരുന്നത്. ശാന്തകുമാർ, ഇപ്പോൾ മലപ്പുറത്തെ സാഹചര്യം എന്താണ്? പ്രത്യേകിച്ച് ഈ ചാലിയാറിൽ ജലനിരപ്പ് ഉയരുക എന്ന് പറഞ്ഞാൽ അത് മലപ്പുറത്തേക്ക് ഉൾപ്പെടെ വരുന്ന ഒരു പുഴയാണല്ലോ, മലപ്പുറത്തിന്റെ അതിർത്തി പുഴ കൂടിയാണല്ലോ. മലപ്പുറത്തിന്റെ മലയോര മേഖലകളിലൊപ്പം നഗരപ്രദേശത്ത് മഴയുണ്ട് അല്ലേ? തീർച്ചയായും ബിനിൽ, മലപ്പുറം ജില്ലയിൽ മഴ ഇന്ന് രാവിലെ മുതൽ തന്നെ മഴയുണ്ട്. അത് ജില്ലയിൽ വ്യാപകമായ മഴ, ഒറ്റപ്പെട്ട മഴ വിവിധ സമയങ്ങളിൽ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിശക്തമായ മഴ എന്ന് അല്ലെങ്കിൽ കൂടി ഒപ്പം തന്നെ മലയോര മേഖലയിൽ കഴിഞ്ഞ 4 ദിവസമായി ഉച്ചയ്ക്ക് ശേഷം ശക്തമായ മഴ തുടരുന്നുണ്ട്. നമുക്കറിയാം, കാളികാവിലാണ് കടുവാ ദൗത്യം നടക്കുന്നത്. അവിടെ ഇന്നലെ മഴ കാരണം തെരച്ചിൽ നേരത്തെ അവസാനിപ്പിക്കേണ്ട സാഹചര്യം വന്നു. ഇന്ന് രാവിലെ മലയോര മേഖല മഴയായിരുന്നു. ഇന്ന് രാവിലെയും അതേപോലെ കടുവാ ദൗത്യം തുടങ്ങാനും അല്പം വൈകുന്നത് മഴ കാരണമായിട്ടുണ്ട്. അങ്ങനെ മഴയുടെ ഒരു വ്യാപ്തി വളരെ കൂടുതലല്ല എങ്കിലും ശക്തമായ മഴ തുടരുന്നുണ്ട്. പകൽ സമയങ്ങളിലെല്ലാം തുടരുന്നുണ്ട്. അപകടനില ഉള്ള മറ്റ് അറിയിപ്പുകളോ മറ്റോ ഒന്നും ഇതുവരെയും ലഭിച്ചില്ല. ഒപ്പം തന്നെ ജില്ലാ ദുരന്ത അതോറിറ്റി ഈ കാര്യത്തിൽ അതീവ ജാഗ്രത പുലർത്തുന്നുണ്ട്. അവർ അറിയിപ്പുകളെല്ലാം കൊടുക്കുന്നുണ്ടെങ്കിൽ കൂടി അത് എല്ലായിടത്തും വലിയ മഴയോ അപകടകരമായ സ്ഥിതിയോ ഒന്നും ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ വളരെ ആശ്വാസകരമാണ്. എന്തായാലും ജില്ലയിൽ ആകെ മഴയുടെ കാര്യം, മഴ അതിതീവ്രമാണ് എന്ന് പറയാൻ കഴിയില്ല. ഇടവിട്ട മഴ പെയ്യുന്നുണ്ട്. ഇന്ന് രാവിലെ ഇന്നലെ ദേശീയപാതയിൽ അപകടമുണ്ടായ കൂരിയാട് ഭാഗത്ത് മഴ തുടരുന്നുണ്ട്. ഇന്ന് ജില്ലയിൽ ആകെ പെയ്യുമ്പോൾ അത്തരം ഇടങ്ങളിൽ ഈ അപകട സാധ്യത ഉള്ളത് ഇപ്പോൾ ഇത്തരം മേഖലകളിലാണ്. ഒന്ന് ഈ കൂരിയാടും മറ്റൊന്ന് ഈ മലയോര മേഖലയിലും. അത്തരം ഇടങ്ങളിൽ മാത്രമാണ് ആശങ്കയുണ്ടാക്കുന്നുള്ളൂ. ശേഷിക്കുന്ന ഭാഗങ്ങളെല്ലാം ജില്ലയിൽ വലിയ കനത്ത സുരക്ഷയോ ഇല്ലെങ്കിൽ കനത്ത മുന്നറിയിപ്പോ ഒന്നും ഇതുവരെ ജില്ലാ ഭരണകൂടവും നൽകിയിട്ടില്ല. എന്തായാലും ആശ്വാസകരമായ വിധത്തിൽ അല്ലെങ്കിൽ ആശങ്ക ഇല്ലാത്ത വിധത്തിൽ തന്നെയാണ് മലപ്പുറം ജില്ലയിൽ ഇപ്പോൾ മഴയുടെ അവസ്ഥയുള്ളത്. അഭിനവ്, ഓക്കെ, വ്യക്തമാണ്. മലപ്പുറത്ത് അങ്ങനെ വലിയൊരു ആശങ്ക ഇല്ലെങ്കിൽ പോലും മഴയുണ്ട് എന്നുള്ളതാണ്. അതിന്റെ ഭാഗമായി മലയോര പ്രദേശങ്ങളിൽ ഉൾപ്പെടെ ജാഗ്രത പാലിക്കുന്നുണ്ട്. അജിത് ബാബുവാണ് പാലക്കാട് നിന്ന് നമുക്കൊപ്പം ചേരുന്നത്. അജിത്ത്, നമ്മൾ നേരത്തെ ഫോണിൽ സംസാരിക്കുമ്പോൾ അവിടെ വലിയ മഴ ഉണ്ടാകാൻ സാധ്യതയില്ല എന്നുള്ളതാണ് അജിത്ത് പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ ഒരു കുട കാണാം. മഴ കാര്യമായി ഉണ്ടോ അജിത്ത്? ബിനിൽ പോത്തൻ, ഇവിടെ ഒരു മഴ ആരംഭിച്ചിട്ട് 5 മിനിറ്റേ ആയിട്ടുള്ളൂ. നഗരപ്രദേശത്ത് രാവിലെ മുതൽ തെളിഞ്ഞ കാലാവസ്ഥയായിരുന്നു, നല്ല വെയിലുണ്ടായിരുന്നു ഉച്ചയ്ക്ക്. ഇപ്പോൾ ഒരു 5 മിനിറ്റ് മുമ്പാണ് മഴ ഇവിടെ ആരംഭിക്കുന്നത്. വലിയ ശക്തമായ മഴയല്ല, എന്നാലും ഇടവിട്ട് മഴ പെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഇന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ മഴ മുന്നൊരുക്കങ്ങളുമായി ബന്ധപ്പെട്ട് യോഗം ചെയ്തിരുന്നു. അടിയന്തര പ്രതികരണമുള്ള 4 സേനകളോടും അതിൻ്റെ കാര്യങ്ങൾ നിർദ്ദേശങ്ങളടക്കം നൽകുകയും ചെയ്തു. മാത്രമല്ല, ഈ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശങ്ങൾ ഉൾപ്പെടെ ജാഗ്രത നൽകാനും മുന്നൊരുക്കങ്ങൾ നടത്താനും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അങ്ങനെ പാലക്കാട് ഈ മഴ ഉണ്ടാകുകയാണെങ്കിൽ അതിനുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട്. നിലവിലേതാണെങ്കിലും വലിയ തരത്തിലുള്ള മഴയുണ്ടെന്ന് പറയാൻ കഴിയില്ല. രാവിലെ മുതൽ തെളിഞ്ഞ കാലാവസ്ഥയായിരുന്നു. ഇപ്പോൾ ഒരു 5 മിനിറ്റ് മുമ്പാണ് മഴ ആരംഭിച്ചിട്ടുള്ളത്. രാത്രിയിലെ സാഹചര്യങ്ങൾ കൂടിയൊപ്പം പരിശോധിച്ചതിന് ശേഷമായിരിക്കും അതിൽ കൂടുതൽ നടപടികളിലേക്ക് പോവുക. ഏതാണെങ്കിലും നിലവിലെ സാഹചര്യത്തിൽ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ഒക്കെ പൂർണ്ണമായും സജ്ജമാണ്. മഴ മുന്നൊരുക്കങ്ങളുടെ പ്രവർത്തനങ്ങളെല്ലാം എന്ന് ക്രോഡീകരിച്ച് നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. നാളെ പെയ്യുന്ന മഴയും ഇന്ന് രാത്രി പെയ്യുന്ന മഴയുടെയും തോതനുസരിച്ചായിരിക്കും ആ നടപടികളെല്ലാം മുന്നോട്ട് പോവുക. ഒപ്പം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോടും ഇത്തരത്തിൽ ഈ പ്രശ്നമുള്ള മേഖലകളിലുള്ള ആളുകളോട് നിർദ്ദേശം നൽകാൻ ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട്. ബിനിൽ പോത്തൻ. ഓക്കെ, വ്യക്തമാണ്. താങ്ക് യു. അജിത് ബാബുവാണ് വിവരങ്ങൾ നൽകിയത്. പാലക്കാട് ഇപ്പോൾ ഒരു 5 മിനിറ്റ് മാത്രമേ ആയിട്ടുള്ളൂ മഴ ആരംഭിച്ചിട്ട്. പക്ഷേ അവിടെ ഓറഞ്ച് അലേർട്ടാണ് ഉള്ളത്. അപ്പോൾ തൃശ്ശൂരിൽ കൂടി ഓറഞ്ച് അലേർട്ട് ഉണ്ട്. പക്ഷേ അവിടെ കാര്യമായ രീതിയിലുള്ള മഴ ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. ലെവിൻ കെ വിജയൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ലെവിൻ, എന്താണ് സാഹചര്യം? മഴ ഉണ്ടോ ഇല്ലയോ? ബിനിലെ, ഇന്നലെ രാത്രിയും ഇന്ന് പുലർച്ചെയുമായി കനത്ത മഴയായിരുന്നു ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിലായി രേഖപ്പെടുത്തിയിട്ടുള്ളത്. വലിയ ചൂടിന് ശേഷം മഴ ലഭിച്ചത് എല്ലാവർക്കും വലിയ ആശ്വാസമായെങ്കിലും മഴക്കാലം നമുക്കറിയാം ഭീതിയുടെയും ആശങ്കയുടെയും കാലം കൂടിയാണ്. അത്തരത്തിലുള്ള ചില അനിഷ്ട സംഭവങ്ങൾ കൂടി മഴയോടനുബന്ധിച്ച് ഇന്ന് പുലർച്ചെയും ഇന്നലെ രാത്രിയുമായി പല സ്ഥലങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. ഇരിങ്ങാലക്കുട അടക്കമുള്ള പ്രദേശങ്ങളിൽ കിണറിടിഞ്ഞു താഴുന്നത് പോലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മരം വീണ് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത്തരം ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഇരിങ്ങാലക്കുട മേഖല കേന്ദ്രീകരിച്ച് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഉച്ചയ്ക്ക് ശേഷം പൊതുവെ ശാന്തമായ അന്തരീക്ഷമായിരുന്നു തൃശൂർ ജില്ലയിൽ. മഴക്കാറുകൾ, മഴമേഘങ്ങൾ ഇരുണ്ടു നിന്നെങ്കിലും കാര്യമായ മഴ ഒരിടത്തും ഇതുവരെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല.
ജില്ലയിലെ വിവിധ മേഖലകളിൽ മഴ എത്തിയത് ആശ്വാസമാണ്. കുടിവെള്ള ക്ഷാമം അടക്കമുള്ള പ്രശ്നങ്ങൾ പലരും നേരിട്ടിരുന്നു. അതിനൊക്കെ ഒരു പരിഹാരമായി ആതിരപ്പള്ളി, അലക്കപ്പാറ തുടങ്ങിയ മേഖലകളിലൊക്കെ ആതിരപ്പള്ളി വെള്ളച്ചാട്ടമടക്കം സജീവമായി നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന സാഹചര്യങ്ങളിലേക്കൊക്കെ ജലനിരപ്പ് ചാലക്കുടി പുഴയിലെ എത്തിയിട്ടുണ്ട്. അത്തരം സന്തോഷകരമായ അല്ലെങ്കിൽ അനുകൂലമായ ചില ഘടകങ്ങൾ ഉണ്ടെങ്കിലും മഴക്കാലം മുൻനിർത്തി ഇന്ന് മന്ത്രി കെ രാജന്റെ കൂടി അധ്യക്ഷതയിൽ പ്രത്യേക യോഗം കളക്ടറേറ്റിൽ ചേർത്തിരുന്നു. സംസ്ഥാനത്തിന്റെ ദുരന്ത നിവാരണ ചുമതലയുള്ള വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിലാണ് ജില്ലയിലെ കാര്യങ്ങളും ഇന്ന് ആദ്യ യോഗം ചേർന്ന് വിലയിരുത്തിയത്. പ്രത്യേകിച്ച് തൃശൂർ ജില്ലയെ സംബന്ധിച്ചുകൊണ്ട് വിവിധ സ്ഥലങ്ങളിലായി ദേശീയപാത നിർമ്മാണം നടക്കുന്നു. മഴക്കാലം ഈ ഗതാഗതക്കുരുക്ക് നിർമ്മാണം നടക്കുമ്പോൾ തന്നെ അതിരൂക്ഷമാണ്. മഴക്കാലം കൂടി എത്തുമ്പോൾ അതിരൂക്ഷമായ ഗതാഗതക്കുരുക്കായിരിക്കും ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിലായി ഉണ്ടാവുക എന്ന് വിലയിരുത്തിക്കൊണ്ട് അത് പരിഹരിക്കുന്നതിനുള്ള നടപടികളാണ് പ്രധാനമായും ഇന്നത്തെ യോഗത്തിൽ ചർച്ച ചെയ്തത്. ഇനി മഴക്കാല മുന്നൊരുക്കങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മറ്റ് തീരുമാനങ്ങളും എടുത്തിട്ടുണ്ട്. നേരത്തെ അപകട ഭീതി നിലനിൽക്കുന്ന മേഖലകളിലടക്കം ആളുകളെ അവരെ നിരീക്ഷിക്കാനും അത്യാവശ്യ ഘട്ടങ്ങളിൽ മാറ്റിപ്പാർക്കാനുള്ള അടിയന്തര സംവിധാനങ്ങൾ ഒരുക്കാനുമൊക്കെ ഇന്നത്തെ യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ ജില്ല അനുഭവിച്ച മഴക്കാല ദുരിതങ്ങൾ എല്ലാവർക്കും പാഠമാക്കിക്കൊണ്ട് അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ നടത്തണമെന്നാണ്. വ്യക്തമാണ്. ആ വിധത്തിലുള്ള പ്രവർത്തനം നടത്താൻ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. നിലവിൽ മഴയില്ല എന്നുള്ളതാണ് തൃശ്ശൂരിലെ സാഹചര്യം. അങ്ങനെ സംസ്ഥാനത്തിന്റെ മഴ ചിത്രം കണ്ടിരിക്കുകയാണ്. യെല്ലോ അലേർട്ടുള്ള ജില്ലകളിലും കാര്യമായ രീതിയിലുള്ള മഴയില്ല. എറണാകുളത്ത് ഇന്ന് രാവിലെ ചെറിയ രീതിയിലുള്ള മഴയെങ്കിലും ഉണ്ടായെങ്കിൽ പോലും പിന്നീട് കാര്യമായ മഴ പെയ്യാത്ത സാഹചര്യമാണ് കൊച്ചി നഗരത്തിൽ ഉൾപ്പെടെ ഉണ്ടായത്. അതേസമയം മറ്റൊരു പ്രധാനപ്പെട്ട നഗരമായിട്ടുള്ള തലസ്ഥാനമായിട്ടുള്ള തിരുവനന്തപുരത്ത് മഴ നിലവിൽ ഇല്ല എന്നുള്ളതാണ് പുതിയ വാർത്ത.